ഹായ് സുന്ദരി. ഇന്ന് ഓണാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. അപ്പൊ ഏട്ടനൊന്ന് ഓഫീസ് ഉണ്ട്, ഇതേ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇമക്കുട്ടിക്ക് ഇന്ന് നഴ്സറി ക്ലാസ്സിൽ ഓണം സെലിബ്രേഷൻ ആണ്, തിരുവോണത്തിന്റെ അന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ആകെ ധൃതി പിടിച്ചിട്ടായിരുന്നു, അപ്പൊ ഞാൻ ഡ്രസ് ചെയ്തിട്ടൊന്നും ഇല്ല. എന്നാലും ഇപ്പോൾ ഇവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ പാലക്കാട് നിന്ന് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വേഗം തന്നെ എല്ലാം കഴിഞ്ഞു. അച്ഛനമ്മയാണ് ഫുള്ള് ചെയ്തത്. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഏട്ടനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു എല്ലാവരും. അതെ, പറയും വിശേഷം പറയാം. പൂക്കളിട്ടിട്ടുണ്ട്. ഇമ്മുകൂടി ഡ്രസ് അച്ഛനും അച്ഛമ്മയും കൂടി ഓണക്കോടി കൊടുത്തതാണ്. ഏട്ടനും അതെ കേട്ടോ, അച്ഛനും അച്ഛമ്മയും ഏട്ടന്റെ അച്ഛനും അമ്മയും കൊടുത്തതാ. എനിക്ക് തന്നിട്ടുണ്ട്, അതിന് തുന്നണം. ഓ, നഴ്സറി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണ പൂവ് എടുത്തിട്ടില്ല. അപ്പൊ എടുത്തിട്ട് വരാം കേട്ടോ അമ്മ. നഴ്സറി ക്ലാസ്സിലേക്ക് പൂവ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടന്റെ വയ്യായിക എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ഭേദമുണ്ട്. 2 തവണ ട്രീറ്റ്മെന്റ് ചെയ്തു കോഴിക്കോട് പോയിട്ട്. നല്ല ഭേദമുണ്ട്. നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. അതെ, ക്ഷീണിക്കുന്നു എല്ലാവരും. 4 കിലോ കുറഞ്ഞു. ഒരു മാസം ഇപ്പൊ എന്തായാലും എല്ലാം ഭേദമായിട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ ആണോ എന്ന് സംശയമുണ്ട്. അപ്പം എപ്പോഴും ഫിൽറ്റേർഡ് ആയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആവി പിടിക്കലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാം ഭേദമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറഞ്ഞു ഏട്ടൻ്റെ അസുഖം വേഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു പറഞ്ഞു. ഇമക്കുട്ടി താങ്ക് യു. അപ്പൊ എല്ലാവരും ഓണം അടിപൊളിയാവട്ടെ കേട്ടോ, സൂപ്പർ ആവട്ടെ. അല്ലേ ഇമക്കുട്ടി? സൂപ്പർ ആവട്ടെ പറയാ. സൂപ്പർ ആവട്ടെ പറ. സൂപ്പർ ആവട്ടെ ഉറക്കെ പറ. അപ്പൊ ഒന്നും കൂടി ഹാപ്പി ഓണം ഒരുമിച്ച് പറയാം ഇമക്കുട്ടി. ഹാപ്പി ഓണം. ഇമക്കുട്ടി പറഞ്ഞില്ല. ഒന്നും കൂടി ഒരുമിച്ച് പറയടാ. ഇല്ല, ഇമക്കുട്ടി തന്നെ പറഞ്ഞോ. അപ്പൊ എന്തായാലും once again എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. ആകെ ധൃതിയിലാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. ഓക്കെ, പിന്നെ കാണാം. ബൈ. ഇതാണ് കേട്ടോ ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സ്. കണ്ടോ അച്ചടാ. ഇമ്മക്കുട്ടിയുടെ പാവാടയൊക്കെ ഒന്ന് കാണിക്കൂ. കുറച്ച് വലുതാണ് പാവാട അല്ലേ അമ്മ? പിന്നെ ഈ ദുപ്പട്ട ഞാൻ സാരി പോലെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടാലേ ശരിയാവുള്ളൂ. അയ്യോടാ, കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിയാവും കേട്ടോ. പിന്നെ ഈ മാല കണ്ടോ, അന്ന് നമ്മൾ ആമസോണിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ചെരുപ്പ് കാണിക്കാം. എന്താ ഇതാണ് കേട്ടോ ചെരുപ്പ്. ബോംബെ എന്നുള്ള ചെരുപ്പാണ്. ശരി, സമ്മതിച്ചു. പിന്നെ ഇതാ മാല ആമസോണിൽ നിന്ന് നമ്മൾ മേടിച്ചത്. ആ മാലയാണ്. പക്ഷെ കുട്ടികൾക്ക് അത് നന്നായിട്ട് ചേരും കേട്ടോ, നല്ല രസമാണ്. ഇതിവിടെ ഒരു കടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അവരിങ്ങനെ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുല്ലപ്പൂവാണ്, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുല്ലപ്പൂവാണ്. നല്ല മണ്ണുണ്ട് കേട്ടോ. അതിൽ കോയമ്പത്തൂർ മുല്ലയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പൊ ഇമ്മക്കുട്ടിക്ക് നഴ്സറി ക്ലാസ്സിൽ കൊണ്ടുപോകാനുള്ള പൂവ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ അത് എടുക്കാൻ പോയിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. അല്ലേ ഇമ്മക്കുട്ടി? ഓക്കെ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത്തവണ. പിന്നെ നമ്മുടെ ഓണം വീഡിയോസിനെ കുറിച്ചിട്ടാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു കുറച്ചുകൂടി വെറൈറ്റി കൊണ്ടുവരായിരുന്നു എന്നുള്ളത്. എനിക്ക് ആവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഹാർഡ് വർക്കിൻ്റെ കാര്യത്തിൽ ചെയ്യാറില്ല. പിന്നെ ഐഡിയാസിൻ്റെ കാര്യത്തിൽ ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ കൂടി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലൗസസ് ഒക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിന് എന്താണെന്ന് വെച്ചാൽ പിന്നെയും മേടിക്കണം ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇമ്മക്കുട്ടി, എനിക്കാണെങ്കിൽ ഇത്തവണ ഇനിയും ഒന്നും എക്സ്ട്രാ മേടിക്കുന്നതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു എക്സ്ട്രാ എക്സ്പെൻസാണെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ എൻവയോൺമെൻറ്റിനും കൂടി ചെയ്യുന്നൊരു ദ്രോഹമാണത്. അത് ഭയങ്കര വേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി അങ്ങോട്ടേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മേടിക്കണം. എസ്പെഷ്യലി നമ്മൾ യൂട്യൂബിലാണ് നമ്മുടെ ജോലി ഇതായതുകൊണ്ട് മേടിക്കാണ്ടിരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ മേടിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ദി ബെസ്റ്റ് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്തവണ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. കഴിഞ്ഞ തവണ ഞാൻ പിന്നെയും ഇതിന് വേണ്ടി ഓരോന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സംഗതികൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തുന്നലാണെങ്കിലും ശരി, ഇപ്പോൾ ആമസോൺ ഹോൾ, അതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സംഗതികളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ സ്റ്റിച്ചിങ്ങിലും ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഡ്രസ്സിനെ വെച്ചിട്ടുള്ള സ്റ്റൈലിങ്ങിലൊക്കെ ഒതുക്കിയത്. എന്നാലും അടുത്ത വർഷം ഉണ്ടല്ലോ നമുക്ക് ഒന്നും കൂടി വെറൈറ്റി ആയിട്ടും ബെറ്റർ ആയിട്ടും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. എനിക്ക് മനസ്സിലായി എല്ലാവരും ഉദ്ദേശിച്ചത് എന്താണെന്ന്. കുറേ കൂടി വെറൈറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇത്തവണ. അതുകൊണ്ടാണ്. എന്നാലും എല്ലാ വീഡിയോസിനും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പേഴ്സണലി. എനിക്ക് സംശയമായിരുന്നു ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരുമെന്ന്. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഏട്ടന് ഇത്ര സിവിയർ ആവേണ്ട ഒരു ഇതില്ലായിരുന്നു. ഏട്ടനാണെങ്കിൽ നന്നായി ആവി പിടിക്കുകയും പിന്നെ ഈ സ്റ്റീം കൂടെ അതൊക്കെ ഡെയിലി ഒരു 4, 5, 6 തവണ വെച്ച് ചെയ്യണ ആളാണ്. ഇങ്ങനെ വന്നപ്പോൾ മരുന്നൊക്കെ റെഗുലറായിട്ട് വയ്ക്കും. എന്നിട്ട് ഇൻഫെക്ഷൻ ഭയങ്കര സിവിയറായി. അപ്പോൾ തോന്നുന്നത് ഈ വെള്ളം കാരണം തന്നെയാണ്. കാരണം ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ നെഗറ്റീവാണ്. വേറെ ഒരു ബാക്ടീരിയാസും അല്ല എന്നാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ എനിക്കും വന്നത് എനിക്ക് തോന്നുന്നു വെള്ളം കാരണം. നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കണം. പക്ഷെ എന്നാലും ഇത് വെള്ളം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോഴും മാറിയിട്ടില്ല തൊണ്ടവേദന. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫുള്ള് വോയിസ് ഓവറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര മോട്ടിവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി ഡിസംബറിൽ എടുക്കാം. ഡിസംബറിൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ സീരീസും ചെയ്യാം കേട്ടോ. ഞാനതിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം എടുക്കണോ? അപ്പോൾ ഞാൻ എന്തായാലും ഇമ്മക്കുട്ടി വേഗം നഴ്സറി ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കട്ടെ. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി പൂക്കളം. അധികം പൂവൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ട് അച്ഛനാണ് ഇട്ടത്. ഇമ്മക്കുട്ടിയും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് സദ്യ അങ്ങനെ അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. അതായത് അന്നത്തെ തന്നെ തീർക്കാവുന്ന പാകത്തിന് അവിയലും കാളനും പിന്നെ ഉപ്പേരികൾ, ഇഞ്ചിത്തൈര്, ഓലൻ, പിന്നെ സാമ്പാർ, ചോറ്, ഒബ്വിയസ്ലി അച്ചാർ ഉണ്ടായിരുന്നു. പിന്നെ പായസം പാൽപ്പായസമാണ് കേട്ടോ വെച്ചത്. എല്ലാം അമ്മ തന്നെയാണ് വെച്ചത്. പിന്നെ ഞങ്ങളിപ്പോൾ ഇതാ അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് പോണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. കുറേ നാളായി ഏട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കാണണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അച്ഛനും അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അമ്മ എല്ലാവർക്കും അറിയണ്ടാവും. വീഡിയോ കേട്ടൊന്നുമില്ല, അമ്മ അച്ഛനും കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ അച്ഛൻ അമ്മ എല്ലാവർക്കും ഓണാശംസകൾ. അച്ഛനും എല്ലാവർക്കും ഓണാശംസ. ഇമ്മ പറഞ്ഞു അല്ലേ. അപ്പൊ അമ്മ അച്ഛനും കേട്ടോ. കുറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ല. ഇപ്പൊ അത് മാറിയെന്ന് വിചാരിക്കണു. അമ്മ അച്ഛനെയും കുറേ പേർക്ക് അറിയുണ്ടാവും, കമന്റ് ചെയ്യാറുണ്ട്. അമ്മ മോയിൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും ഇവിടെ കുറേ പേർക്ക് അറിയുണ്ടാവും. അതെ, വിക്ടോറിയയിലെ പ്രൊഫസറാണ്. അച്ഛൻ റിട്ടയറായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. അച്ഛനും അമ്മയും ഒരു 4 ദിവസം മുമ്പ് വന്നതാണ്. ഇനി ഒരു 3 ദിവസം കൂടിയേ ഉള്ളൂ. കഷ്ടി ഒരാഴ്ചയേ ഉള്ളൂ കേട്ടോ. അച്ഛന് നല്ല തിരക്കാണ്. അച്ഛൻ ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം പൊതുപ്രവർത്തനത്തിലൊക്കെ ഭയങ്കര സജീവമാണ് അച്ഛൻ. അമ്മയാണെങ്കിലും ഇപ്പോൾ പാലക്കാട് തന്നെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്കും ഓണാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും തിരക്കാണ്. പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോയൊന്നുമില്ല. അമ്മയ്ക്കും അച്ഛനും ഫുൾ ടൈം ഇമ്മക്കുട്ടിയുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ടൊന്നും എങ്ങോട്ടും പോയില്ല. എന്ന് വേണമെങ്കിൽ പറ്റിച്ച ബീച്ചിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ വേണം. ഇമ്മക്കുട്ടിക്ക് ഈ ഉടുപ്പും അച്ഛനും അമ്മയും ഓണക്കോടി കൊണ്ടുവന്നത് തന്നെയാണ്. പിന്നെ എനിക്ക് കൊണ്ടുവന്ന ഓണക്കോടി ഞാൻ തുന്നിയിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ സൽവാറിൻ്റെ തുണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ്. പിന്നെ അതിൽ നല്ല രസമായിട്ടുള്ള ഈ ബീഡ് വർക്കും പിന്നെ കുറച്ചൊരു കണ്ണാടി മിറർ വർക്കൊക്കെ ഉണ്ട്. ഈ ഒരു നല്ല രസമായിട്ടുള്ളൊരു റോസ് കളറാണ് പാൻസും. അതേപോലെ ദുപ്പട്ടയുണ്ട്. ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള കുറച്ച് വർക്കൊക്കെ ഉണ്ട്. കണ്ടോ, ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറ്റിച്ചത് തുന്നണ വീഡിയോ എടുക്കാം. പിന്നെ ഞങ്ങളിങ്ങനെ പോയി. ഇവിടുന്ന് ഒരു കഷ്ടി ഒരു 15 മിനിറ്റ് ദൂരമാണ് ഉള്ളത് ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക്. ഈ ബ്ലൗസ് എൻ്റെയാണ് കേട്ടോ. ഞാൻ സൈഡൊക്കെ അഴിച്ചപ്പോൾ അമ്മയ്ക്ക് പാകമായി. അമ്മ അങ്ങനെ ബ്ലൗസൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഇതാണ് കേട്ടോ അമ്പലം. അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ്. വാസ്കോ വാസ്കോ എന്ന് പറഞ്ഞ സ്ഥലം അറിയുണ്ടാവുമല്ലോ. അതിന് തൊട്ട് മുന്നായിട്ടാണ് വരിക ഈ അമ്പലം. നേവിയുടെ ഒക്കെ അടുത്താണ്. നല്ല വലിയ അമ്പലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അമ്പലം പോലെ തന്നെ തോന്നുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലം പോലെ തന്നെ തോന്നുന്നു. നല്ല രസമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ.
പറ്റുമ്പോൾ വരാറുണ്ട്. പിന്നെ ഇവിടെ നല്ല രസമുള്ള ഒരു പായസമാണ് പ്രസാദമായിട്ടുള്ളത്. പിന്നെ അവിടെ കുറേ പട്ടുകുട്ടികളുണ്ടായിരുന്നു, ഒന്നും 10 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്. ഏട്ടന് ഇത്തിരി ഇഷ്ടക്കുറവെന്ന് വെച്ചാൽ ഇത്തിരി പേടിയുണ്ട് പട്ടി എന്നൊക്കെ പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടീമക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം ഞങ്ങൾ ഈ പട്ടിക്കുട്ടിയുടെ അടുത്തൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഇമയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു അതിനെ കൊണ്ടുവരണമെന്ന്. പിന്നെ ഈ മോനാണെങ്കിൽ അതിനെടുത്തിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അതിനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യമായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോരായി. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി, പിന്നെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ളത് കുറേ പേര് ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഈ വെള്ളം ഫോട്ടോ ഇട്ടപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓവാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഈ മഴയുള്ള സമയത്തുണ്ടല്ലോ അവിടെ നന്നായിട്ട് ഇത് കുത്തി ഒലിച്ചിട്ട് വരും. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, ശരിക്കും വെള്ളച്ചാട്ടം പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അപ്പം ഞാൻ ഡ്രസ്സ് ഇത് ഞാൻ ഓൾറെഡി ഒരു തവണ ഉടുത്തിട്ടുണ്ട്. ഇത് കുത്തമ്പളിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അമ്മയുടെ സാരിയാണിത്. അമ്മയുടെ അടിപൊളി കുറേ കളക്ഷൻ ഉണ്ട് കുത്തമ്പള്ളിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അടുത്ത തവണ എന്തായാലും ഞാൻ കുത്തമ്പള്ളിയിൽ പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോയിട്ട് വ്ളോഗൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ ഞാൻ എന്തായാലും ഫുൾ ഓൺ വ്ളോഗ്, കുത്തമ്പള്ളിയുടെ വ്ളോഗ് ചെയ്യാം. എന്ത് രസമാണെന്ന് അറിയാം അവിടുത്തെ സെറ്റ് സാരി സെറ്റുമുണ്ട്. ആക്ച്വലി എല്ലാ കളക്ഷൻസും ഉണ്ട്, പക്ഷേ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് സാരി സെറ്റുമുണ്ട്. ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്, റീസണബിൾ റേറ്റുമാണ്. ഇതെന്ത് 1000 സംതിങ് ഉള്ളൂ. പക്ഷേ നീ കണ്ടോ തലയുടെ അവിടെയൊക്കെ നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആയതൊന്നും ഉടുക്കാൻ ഞാൻ അതിപ്പോൾ 2 മിനിറ്റ് കൊണ്ടോ ചളബടേന്ന് ഉടുത്തത്. ഏട്ടനാണെങ്കിൽ ഒന്ന് ലാബാണ്, അപ്പോൾ വേഗം പോകാൻ വേണമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സാരി. ഇന്നത്തോടെ നമ്മുടെ സെറ്റ് സാരി സെറ്റും കൊണ്ടെന്ന് നമ്മൾ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാൻ പോവാം. കഴിഞ്ഞ 10 ദിവസവും ഞാൻ സെറ്റ് സാരി സെറ്റ് മുണ്ട് വെച്ചിട്ട് തന്നെയായിരുന്നു. നമ്മൾ സെറ്റ് മുണ്ടും ഉണ്ടായിരുന്നില്ല, ഫുൾ ടൈം സെറ്റ് സാരികൾ തന്നെയായിരുന്നു അല്ലേ. ഇൻസ്റ്റഗ്രാമിലും കഴിഞ്ഞ 10 ദിവസമായിട്ട് സെറ്റ് സാരി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫോട്ടോസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിറ്റി ടാബിലും അതെ കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് സാധാരണ ഡ്രസ്സിലേക്ക് കിടക്കാം. കുറച്ച് സങ്കടം ഉണ്ട് കേട്ടോ, എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമാണ് സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഈ ബ്ലൗസ് പഴയ ഒരു ബ്ലൗസാണ്, ഇത് പണ്ടുണ്ടായിരുന്നു, ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഇതിന് മാച്ചാണ്, കറക്റ്റ് മാച്ചല്ല എന്നാലും ഏകദേശം മാച്ചാണ്. ഇതിന് വേണ്ടി ഞാൻ പിന്നെ വേറെ ബ്ലൗസൊന്നും എടുത്തിട്ടില്ല. പിന്നെ സാധാരണ മുല്ലപ്പ് വെച്ചിട്ടുണ്ട്. കമ്മലാണ് കേട്ടോ എനിക്ക് എടുത്ത് പറയാനുള്ളത്. എന്ത് രസമാണ് നോക്കൂ കമ്മല് കാണാനായിട്ട്. ഇത് സീർ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അവിടെ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി സൂപ്പർ 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 കളക്ഷൻസ് ആണ്. നല്ല അഫോർഡബിൾ റേറ്റ് ആണെന്ന് മാത്രമല്ല കുട്ടി ഡീൽ ചെയ്യാനായിട്ട് ഭയങ്കര നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊളൈറ്റാണ്, നന്നായി സംസാരിക്കും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാം. കമ്മല് മാത്രമല്ല കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറിയും പിന്നെ ക്ലോത്തിങ്ങും ഒക്കെ ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഇത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഇടണം. എനിക്കറിയാം ഇന്നത്തെ വ്ളോഗിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. പിന്നെ 10 ദിവസം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ട് പിന്നെ ഈ മരുന്നും കൂടി കഴിക്കണ കാരണം എനിക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയി. അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്തതൊക്കെ. അപ്പോൾ അതുകൊണ്ടാട്ടോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാം. ഞാൻ അടുത്ത വ്ളോഗ് എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ ഓൺ പാക്ഡ് ആയിട്ടൊക്കെ ചെയ്യാം. ഇത്തവണ എന്തായാലും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. സോ സോറി, എനിക്കറിയാം ഭയങ്കര കുട്ടി വ്ളോഗാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്ത്, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മാർക്ക് എടുത്തിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.